ഒരു കാലത്ത് കുട്ടനാട്ടിലെ ഏറ്റവും വലിയ കാർഷിക സമൃദ്ധി വിളഞ്ഞിരുന്നത് കുമരകത്തെ പാടശേഖരങ്ങളിലായിരുന്നു. ചിത്തിര, റാണി, മാർത്താണ്ഡം പാടശേഖരങ്ങൾ കേരളത്തിന്റെ കാർഷിക സമ്പന്നതയുടെ തന്നെ പര്യായമായിരുന്നു. കുട്ടനാടിന്റെ പടിഞ്ഞാറൻ മേഖലയായ 4 പങ്ക് പാടശേഖരം വർഷങ്ങൾക്ക് മുൻപ് തോംസൺ ഗ്രൂപ്പ് കൈയടക്കി. റിസോർട്ട് നിർമ്മാണമായിരുന്നു ലക്ഷ്യം. എന്നാൽ പിന്നീട് പഞ്ചായത്തിന്റെ എതിർപ്പ് വന്നതോടെ റിസോർട്ട് നിർമ്മാണം മുടങ്ങി. 70 ഏക്കർ വരുന്ന ഈ പ്രദേശം ഇന്ന് വലിയ കാടായി മാറിയിരിക്കുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് പൊന്നാടൻ കായലിനും സംഭവിച്ചത്. ഒരു കാലത്ത് നല്ലതുപോലെ കൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണിത്. നല്ലപോലെ ന്യായമായ വിളവ്, നല്ല വിളവ്, റെക്കോർഡ് വിളവെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലം. വ്യവസായത്തിന് നമ്മൾ കാശുകാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു പണി നടക്കുന്നില്ല. വാങ്ങിച്ചിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്നതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. എം.എൻ. ബ്ലോക്ക്, സെമിനാരി കായൽ തുടങ്ങിയ പ്രദേശങ്ങളും ഇന്ന് കൃഷിയില്ലാതെ തരിശുനിലങ്ങളായി കിടക്കുകയാണ്. കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി നടന്ന അശാസ്ത്രീയ നിർമ്മാണം ഈ മേഖലയിൽ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുറംബണ്ട് ഉയർത്താത്തതിനാൽ വൃശ്ചിക വേലിയേറ്റ സമയത്ത് തന്നെ ഇവിടെ വെള്ളം നിറയുന്നു. ഈ കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായിട്ട് അപ്പർ കുട്ടനാട്ടിൽ ഉണ്ടാകുന്ന പ്രോജക്റ്റുകളൊന്നും തന്നെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. കുട്ടനാട്ടിലെ പ്രോജക്റ്റ് തന്നെ അപകടത്തിലായി നിൽക്കുകയാണ്. യാതൊരുവിധ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നിട്ട് അത് വിവാദങ്ങളായിക്കൊണ്ട് അത് ഇല്ലാതായിരിക്കുകയാണ്. കുമരകത്തും അയ്മനം പഞ്ചായത്തിലും തിരുവാർപ്പിനും വേണ്ടിയിട്ടുള്ള അപ്പർ കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളെ പരിപോഷിപ്പിക്കാനും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടി സ്വാമിനാഥൻ കമ്മീഷൻ പഠനം നടത്തി നടപ്പാക്കിയിട്ടുള്ള ഈ പ്രോജക്റ്റുകളൊന്നും തന്നെ കുമരകത്തും പരിസര പ്രദേശങ്ങളിലൊന്നും നടപ്പായിട്ടില്ല. അത് അത്രയും വേഗം കൊണ്ടുവന്ന് ഇതിനെയൊക്കെ പുതിയ രീതിയിലേക്കും പുതിയ കൃഷി രീതിയിലേക്കും സമ്പത്തിലേക്കും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. കുമരകത്തെയും പരിസരങ്ങളിലെയും 1500 ഏക്കറോളം പ്രദേശങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ കൃഷിയോഗ്യമല്ലാതായിരിക്കുന്നത്. ഭൂമി വാങ്ങിക്കൂട്ടിയത് വലിയ ഭൂമാഫിയകളായതിനാൽ ടൂറിസം പദ്ധതിയല്ലാതെ മറ്റു മാർഗങ്ങൾ അവലംബിക്കാനും ഭൂവുടമകൾ തയ്യാറല്ല. ചുരുക്കത്തിൽ ടൂറിസം വികസനം യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രമല്ല, ഉള്ള കാർഷിക മേഖല കൂടി തകരുകയും ചെയ്തു. വ്യവസായ ഭീമന്മാരായ താജ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പ്രശസ്തമായ പൊന്നാടൻ കായലിന്റെ അവസ്ഥയാണിത്. ഒരു കാലത്ത് റെക്കോർഡ് നെല്ല് വിളഞ്ഞിരുന്ന ഈ കായൽ കഴിഞ്ഞ 10 വർഷമായി തരിശുനിലമായി കിടക്കുകയാണ്. കുമരകത്ത് നിന്നും ക്യാമറാമാൻ ജിതിൻ മാങ്ങാനത്തിനൊപ്പം രഞ്ജിത്ത് അമ്പാടി, ഇന്ത്യ വിഷൻ.